ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഒരു സമരം ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിൽ കഴിഞ്ഞ 5 വർഷക്കാലം സ്വാശ്രയ കോളേജുകളുടെ അവസ്ഥ എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അക്കാലത്ത് ഒരു പ്രത്യേകതയുണ്ടായത്, ഇഷ്ടം പോലെ കോഴ വാങ്ങാനുള്ള സൗകര്യം ചില സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക് ലഭിച്ചിരുന്നു. അത് UDF സർക്കാർ ഏർപ്പെടുത്തി കൊടുത്ത സൗകര്യമായിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ മാറ്റം വന്നത് ഈ കാര്യത്തിലാണ്. ഇഷ്ടം പോലെ കോഴ വാങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം കേരളത്തിൽ വന്നിട്ടുണ്ട്. ഈ മാറ്റത്തിൽ സ്വാഭാവികമായും അസ്വസ്ഥതയുള്ളവർ കേരളത്തിലുണ്ട്. യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് ആരംഭിച്ച സമരം ഈ അസ്വസ്ഥതയുള്ളവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ്. ഇപ്പോൾ കോടതി സെപ്റ്റംബർ 30-നകം എല്ലാ മെഡിക്കൽ പ്രവേശനവും പൂർത്തിയാക്കണമെന്നായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. അഖിലേന്ത്യാ മെഡിക്കൽ കൗൺസിലിൻ്റെ മാർഗനിർദ്ദേശവും ഉണ്ടായിരുന്നു. ഇത് അനുസരിക്കാൻ പറ്റുന്ന പാകത്തിൽ അലോട്ട്മെൻറ്റ് പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് LDF സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇക്കാര്യത്തിൽ സമയപരിധിയുണ്ടായിരുന്നു. സമയബന്ധിതമായി പ്രവർത്തിക്കേണ്ടി വന്നെങ്കിലും സംസ്ഥാനത്തെ ഇപ്പോഴത്തെ നില നോക്കിയാൽ 20ഓളം സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റുകൾ സർക്കാരുമായി കരാർ ഒപ്പിടാൻ തയ്യാറായിട്ടുണ്ട്. ഇത് UDF ഗവൺമെൻറ്റിന് കഴിയാതിരുന്നതായിരുന്നു എന്ന് നാം ഓർക്കണം. ഇതിൻ്റെ പ്രത്യേകത, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ സർക്കാർ ഫീസിൽ തന്നെ മിക്കവാറും എല്ലാ കോളേജിലും പഠിക്കാനുള്ള അവസരമുണ്ടായി എന്നതാണ്. കുറഞ്ഞ സർക്കാർ ഫീസ് എന്ന് പറയുമ്പോൾ 25,000 രൂപ. 25,000 രൂപക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം മിക്കവാറും കോളേജിൽ ഒരുക്കി കിട്ടി. നേരത്തെ 8 ലക്ഷം രൂപ വരെ മാനേജ്മെൻറ്റുകൾ വാങ്ങിയിരുന്ന സ്ഥാനത്ത് 25,000 രൂപക്ക് കുട്ടികളെ പഠിപ്പിക്കാമെന്ന് സമ്മതിപ്പിക്കാൻ കഴിയും. ഇതിൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കാനുള്ള വകയാണുള്ളത്. മാത്രമല്ല, നേരത്തെ പ്രഖ്യാപിക്കുന്ന ഫീസിനു പുറമെ പല മാർഗേന കോഴ വാങ്ങുമായിരുന്നു മാനേജ്മെൻറ്റുകൾ. ചില മാനേജ്മെൻറ്റുകൾ അതിൽ വലിയ പ്രാവീണ്യം നേടിയവരാണ്. എന്നാൽ ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്, അംഗീകരിച്ച ഫീസിന് പുറമെ ഒരു പൈസ പോലും അധികമായി ഫീസ് വാങ്ങാൻ പറ്റില്ല എന്ന്. നേരത്തെ പല പല പേരുകളിൽ പല ഘട്ടങ്ങളിൽ വിദ്യാർത്ഥികളിൽ നിന്നും
കനത്ത തുക ഈടാക്കുന്ന നിലയെടുത്തിരുന്നു. ഈ അവസ്ഥയാണ് മാറിയത്. ഇതിൽ ഇത്തരത്തിൽ പണമുണ്ടാക്കിയവർക്ക് അസ്വസ്ഥതയുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിൽ ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലക്ക് കോൺഗ്രസിനും യുവജന സംഘടന എന്ന നിലക്ക് യൂത്ത് കോൺഗ്രസിനും എന്തിനാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത്? അന്യായമായി വാങ്ങിക്കൂട്ടിയ പണം വാങ്ങാൻ കഴിയാത്തതിലുള്ള അസ്വസ്ഥത അത് ബാധകമാകുന്നവർ തന്നെ പ്രകടിപ്പിക്കുകയല്ലേ വേണ്ടത്? ഇത്തവണയുള്ള മറ്റൊരു വലിയ പ്രത്യേകത, സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക് മുഴുവൻ സീറ്റുകളും മെറിറ്റിൻ്റെയും റാങ്കിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവേശിപ്പിക്കാൻ കഴിയൂ എന്നതാണ്. ഇപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റുകളിൽ വലിയ തോതിൽ കാശ് വാങ്ങി നല്ല റാങ്ക് ഉണ്ടെങ്കിലും ആ കുട്ടിയെ പിന്നിലാക്കി പണത്തിൻ്റെ സ്വാധീനത്തിൽ പ്രവേശനം അനുവദിക്കുന്ന നില നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലവും ഇവിടെ നടന്നിരുന്നത്. ഇതാണ് തിരുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ തിരുത്തൽ വരുമ്പോൾ കുട്ടികളുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. മുൻപ് കാശ് വാങ്ങി തോന്നിയതുപോലെ പ്രവേശനം നടത്തിയിരുന്ന രീതിയാണ് തിരുത്താൻ കഴിഞ്ഞത്. ഇതിലെന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്? ഇപ്പോൾ സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം, പട്ടികജാതി പട്ടികവർഗ SC BC വിഭാഗങ്ങൾ, BPL കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലെന്തിനാണ് കോൺഗ്രസ് അസ്വസ്ഥമാകുന്നത്? മുൻപ് 8 ലക്ഷം രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് 2.5 ലക്ഷം കൊടുത്താൽ മതി എന്ന വ്യവസ്ഥ, സാമ്പത്തികമായി ശേഷിയില്ലാത്തവർ 25,000 രൂപ കൊടുത്താൽ മതി എന്ന വ്യവസ്ഥ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര സീറ്റാണ് വർദ്ധിച്ചത്? 1,250 സീറ്റ് വർദ്ധിച്ചു. അപ്പോൾ വർധനയുടെ അനുപാതത്തിൽ സാമ്പത്തികമായും മറ്റും പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സീറ്റുകളും വർദ്ധിച്ചിട്ടുണ്ട്. ഇതിലെന്തിനാണ് അസ്വസ്ഥരാകുന്നത്? 20% സീറ്റുകളിലാണ് കഴിഞ്ഞ വർഷത്തെ അതേ നിരക്കിൽ, അതായത് 25,000 രൂപ നിരക്കിൽ പഠിക്കാൻ കഴിയുന്നത്. ഈ 25,000 രൂപയുടെ കാര്യത്തിൽ ഒരു വർധനവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഫീസിൻ്റെ തുകയിൽ വർധനവുണ്ടായില്ലെങ്കിലും ഈ ഇനത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. അത് കൂടുതൽ കോളേജുകൾ കരാറിൽ ഒപ്പുവെച്ചതിലൂടെ മൊത്തം സീറ്റുകളുടെ എണ്ണം കൂടി. അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾക്ക് 25,000 രൂപ നിരക്കിൽ പഠിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടായി. മുൻപ് 10ഓളം കോളേജുകളാണ് കരാറിൽ ഒപ്പിട്ടത്. ഇപ്പോൾ 20 കോളേജുകളാണ്
ഒപ്പിട്ടത്. അപ്പോൾ 25,000 രൂപ നിരക്കിൽ കൂടുതൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നതിൽ എന്തിനാണ് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്? UDFന്റെ കാലഘട്ടത്തിൽ കരാറുകൾ ഒപ്പിട്ടിരുന്നു. ആ ഘട്ടത്തിൽ ആ കരാറിന് ഒരു വിലയും കൽപ്പിക്കാതെ സ്വന്തം നിലയിൽ ഫീസ് ഈടാക്കാൻ പല മാനേജ്മെൻറ്റുകളെയും അനുവദിച്ചിരുന്നു. അതും ഇത്തവണ നിർത്തലാക്കിയിരിക്കുകയാണ്. ഇത്തരം കുട്ടികൾ കഴിച്ച് ബാക്കിയുള്ള കുട്ടികൾ 2.5 ലക്ഷം രൂപ സീറ്റിൽ ഗവൺമെൻറ് മെറിറ്റ് ലിസ്റ്റ് കഴിഞ്ഞ വർഷത്തതിനേക്കാൾ ഇത്തവണ വളരെയധികം സീറ്റ് ലഭ്യമായിട്ടുണ്ട്. നേരത്തെ 800 സീറ്റായിരുന്നു, അത് 1150 ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാൻ കഴിയുന്ന അവസ്ഥ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള 50% മാനേജ്മെൻറ്റ് തോന്നിയ പോലെ പ്രവേശിപ്പിച്ചത് ഇത്തവണ കൃത്യമായും മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവേശിപ്പിക്കാൻ കഴിയൂ. അപ്പോൾ പണത്തിൻ്റെ ബലത്തിൽ മാത്രം പ്രവേശനം ലഭിക്കുന്ന അവസ്ഥ മാറിപ്പോകുന്നു. മെറിറ്റിനാണ് പ്രാധാന്യം വന്നിരിക്കുന്നത്. നേരത്തെ എൻട്രൻസ് പരീക്ഷയ്ക്കിരുന്ന് ആ ലിസ്റ്റിൽ പേര് വന്നാൽ ഏറ്റവും അവസാനത്തെ ആളായാൽ പോലും പണത്തിൻ്റെ ബലമുണ്ടെങ്കിൽ മുന്നിലുള്ളവരെയെല്ലാം പിന്തള്ളിക്കൊണ്ട് പ്രവേശനം നേടാൻ കഴിയുമായിരുന്നു. ഇതിനാണല്ലോ മാറ്റം വന്നിരിക്കുന്നത്. മാത്രമല്ല, പരാതികൾ എന്തെങ്കിലും ഉണ്ടായാൽ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്ന ജെയിംസ് കമ്മിറ്റി ഇടപെടുമെന്ന നിലപാട് സ്വീകരിച്ചു. അത് സഭയിലും പുറത്തും ഉറപ്പ് നൽകിയ കാര്യമാണ്. അത് ആ തരത്തിൽ തന്നെ പൂർണ്ണമായും നടപ്പാകും. ഇപ്പോൾ തന്നെ ചില കാര്യങ്ങളിൽ ചില പരാതികൾ ലഭിച്ചപ്പോൾ പരിശോധിക്കുന്ന നില ജെയിംസ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. നേരത്തെ കമ്മിറ്റിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചില മാനേജ്മെൻറ്റുകൾക്ക് ഏത് തരത്തിലുള്ള ദുസ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുത്തിരുന്നു. അതാണ് ഇപ്പോൾ അവസാനിപ്പിച്ചത്. അതിലെന്തിനാണ് കോൺഗ്രസിനെ പോലൊരു പാർട്ടി വേവലാതിപ്പെടുന്നത്? അപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിൽ പോലും ഇത്തവണ മെറിറ്റും റാങ്കും അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പ്രവേശിപ്പിക്കാൻ പറ്റൂ. സ്വാഭാവികമായും മാനേജ്മെൻറ്റുകൾക്ക് ഇതേവരെയുള്ളൊരു സൗകര്യമാണല്ലോ നഷ്ടപ്പെടുന്നത്. അതിൽ അവർക്ക് സ്വാഭാവികമായും വിഷമമുണ്ടാകും. എന്നാൽ അതിനേക്കാൾ വിഷമം എന്തിനാണ് കോൺഗ്രസ് അതിൽ പ്രകടിപ്പിക്കുന്നത്? അപ്പോൾ ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ സമരം ആരംഭിച്ചിരിക്കുന്നത്? സ്വാശ്രയ ഇഷ്ടം പോലെ കാശ് വാങ്ങാൻ താല്പര്യപ്പെടുന്ന, എല്ലാ മെറിറ്റും അട്ടിമറിക്കാൻ താല്പര്യപ്പെടുന്ന സ്വാശ്രയ മാനേജ്മെൻറ്റുകളുടേതോ അല്ല നമ്മുടെ കുട്ടികളുടേതോ? മാനേജ്മെൻറ്റ് സർക്കാരിന് അനുവദിക്കുന്ന സീറ്റുകളുടെ കാര്യം എടുത്താൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേട്ടത് 1 കോടി രൂപ വരെ കോഴ വാങ്ങി മാനേജ്മെൻറ്റുകൾ
പ്രവേശനം നടത്തുന്ന രീതിയുണ്ട് എന്നാണ്. അപ്പോൾ ഇത്തവണ മാനേജ്മെൻറ്റിൽ നിന്ന് സർക്കാരിലേക്ക് 350 സീറ്റുകളാണ് വരുന്നത്. അപ്പോൾ 350 കോടി രൂപ മാനേജ്മെൻറ്റിന് ഉണ്ടാക്കാമായിരുന്നത് ഇത്തവണ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഈ സീറ്റുകൾക്കാണ് സർക്കാർ മെറിറ്റ് ബാധകമാക്കിയത്. അതെങ്ങനെയാണ് കുറ്റകരമായ ഒരു നടപടിയായിട്ട് മാറുക? കോടിക്ക് വിൽക്കാവുന്ന സീറ്റ് സർക്കാർ ഏറ്റെടുക്കുകയും അത് 25,000 രൂപ ഫീസിൽ കുട്ടികൾക്ക് നൽകുകയും ചെയ്താൽ അതെങ്ങനെ കുറ്റകരമാവും? അതെങ്ങനെ മാനേജ്മെൻറ്റുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കലാവും? അപ്പോൾ ഇത്തരം കാര്യത്തിൽ മാനേജ്മെൻറ്റുകൾക്കുള്ള പ്രയാസം നമുക്ക് മനസ്സിലാക്കാം. കോൺഗ്രസ് ഈ വ്യവസ്ഥയ്ക്കെതിരെ സമരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആരുടെ താല്പര്യങ്ങളാണ് അവർ പ്രതിനിധീകരിക്കുന്നത് എന്നതാണ് ഗൗരവമായിട്ട് ഉയർന്നു വരുന്ന പ്രശ്നം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന കാര്യം എന്താ? സർക്കാർ സ്വീകരിച്ച നയം വിദ്യാർത്ഥികളുടെ ഭാവിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. മെറിറ്റോടെ വിദ്യാർത്ഥികൾ പ്രവേശനത്തിനെത്തുമ്പോൾ അവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്നത്. ഇതാണ് സർക്കാരിൻ്റെ താല്പര്യം. അമിത ഫീസ് കൊടുത്ത് പഠിക്കേണ്ട സാഹചര്യവും ഉണ്ടാകരുത്. ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. ഇത് വിദ്യാർത്ഥികൾക്കാകെ മനസ്സിലായിട്ടുണ്ട്, രക്ഷാകർത്താക്കൾക്കാകെ മനസ്സിലായിട്ടുണ്ട്, ബഹുജനങ്ങൾക്കൊട്ടാകെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് സംഭവിച്ചതെന്താ? ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ മേലെ അഴിച്ചുവിട്ട സമരം അതിനെ പൊതുസമൂഹം അംഗീകരിക്കുന്നേയില്ല. പൊതുസമൂഹം അംഗീകരിക്കാത്ത സമരമാകുമ്പോൾ ആ സമരത്തിൻ്റെ സംഘാടകർക്ക് സ്വാഭാവികമായും വിഷമമുണ്ടാവും. അതുകൊണ്ടാണ് അവർ നിയമസഭക്കകത്ത് സഭാ നടപടികൾ അലങ്കോലപ്പെടുത്താനും പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നത്. കോഴയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ UDF സർക്കാരിൻ്റെ കാലത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ തലത്തിലും കോഴ ഒരു ദിനചര്യ പോലെ നടപ്പാക്കപ്പെട്ടിരുന്നു. സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക് അതിൻ്റെ ഭാഗമായി തന്നെ നല്ല സംരക്ഷണം, ഈ കോഴ നല്ലതുപോലെ വാങ്ങുന്ന മാനേജ്മെൻറ്റുകൾക്ക് നല്ല സംരക്ഷണം അക്കാലത്ത് ലഭിച്ചിരുന്നു. എന്നാൽ അത്തരം മാനേജ്മെൻറ്റുകൾക്കെല്ലാം ഒരു കാര്യം നല്ലതുപോലെ അറിയാം: LDF സർക്കാരിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു പരിരക്ഷയും ലഭിക്കില്ല എന്നത് നല്ലതുപോലെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അംഗീകരിച്ച വ്യവസ്ഥകളിൽ നിന്ന് ഏതെങ്കിലും മാനേജ്മെൻറ്റ് വഴിവിട്ട് നീങ്ങുകയാണെങ്കിൽ അത് നിയമവിരുദ്ധ നടപടിയായി കാണും. അതിൻ്റെ ഭാഗമായി കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഇവിടെ ഇന്ന് സഭയിലുണ്ടായ കാര്യം നല്ലതുപോലെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ്. സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷത്തിൻ്റെ പരസ്പരമായ അവർ തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ ഭാഗമായി അവരൊരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നു. നോട്ടീസ് നൽകിയത് സഭയിൽ കാര്യങ്ങൾ നല്ലതുപോലെ അവതരിപ്പിക്കാൻ കഴിവുള്ള
ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മറ്റുള്ളവരുണ്ട് അതിൽ ഒപ്പിട്ടവർ. അപ്പോൾ സാധാരണ നടപടിക്രമം അനുസരിച്ച് എന്താ നടക്കുക? നോട്ടീസ് നൽകിയ ആളെ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. സർക്കാർ ഭാഗത്ത് നിന്ന് പറയേണ്ട കാര്യങ്ങൾ അതിന് മറുപടിയായി പറയും. പക്ഷേ ഇതിന് രണ്ടിനും കോൺഗ്രസ് ഒരുവിധ താല്പര്യവും കാണിച്ചില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയം അവതരിപ്പിക്കേണ്ട കാര്യത്തിൽ അടിയന്തര പ്രമേയത്തിൻ്റെ ഘട്ടം വന്നപ്പോൾ അവതരിപ്പിക്കാനുള്ള അനുമതി സ്പീക്കർ നൽകുകയാണ്. സ്പീക്കർ ചോദിക്കുകയാണ്. അതിന് പ്രതികരണമേ ഇല്ല. അതിനു മുൻപേ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഇത് അവതരിപ്പിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ നടന്നു കഴിഞ്ഞിരുന്നു. സഭാ നടപടികളാകെ അലങ്കോലപ്പെടുത്തത്തക്ക നടപടികൾ സ്വീകരിക്കപ്പെട്ടിരുന്നു. ഇത് ആശ്ചര്യകരമായൊരു കാര്യമാണ്. സാധാരണഗതിയിൽ ഒരു സഭക്കകത്ത് ഇങ്ങനെ ഉണ്ടാകാറില്ല. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ സ്പീക്കർ അനുമതി നൽകിയില്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ സാധാരണ ഉണ്ടാകാറുണ്ട്. ഇവിടെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുമതിയുണ്ട്. പക്ഷേ സഭാ നടപടികൾ അടിയന്തര പ്രമേയം അവതരിപ്പിക്കപ്പെടാതെ തന്നെ അലങ്കോലപ്പെടണം എന്നതിലാണ് താല്പര്യം. എന്ന് പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സഭയിൽ വരരുത്, സഭയിൽ അതിന് മറുപടി വരരുത്. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിക്കാൻ അനുവദിച്ചില്ല. അതിൻ്റെ ഭാഗമായി തന്നെ മറുപടി പറയേണ്ട ഗവൺമെൻറ്റിൻ്റെ വക്താവിനെ മറുപടി പറയാനും അനുവദിച്ചില്ല. ഇങ്ങനെയാണോ പ്രതിപക്ഷം നീങ്ങുക സാധാരണ? അപ്പോൾ ജനാധിപത്യ വിരുദ്ധമായി സഭയിൽ കുഴപ്പമുണ്ടാക്കുന്നതിനാണ് താല്പര്യം കാണിച്ചത്. സഭാ നടപടിക്രമങ്ങളാകെ അലങ്കോലപ്പെടുത്തുന്ന ജനാധിപത്യ വിരുദ്ധ രീതിയാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇതിൽ എന്താണ് കോൺഗ്രസിൻ്റെ താല്പര്യം? സമരം ജനമധ്യത്തിൽ ഒറ്റപ്പെട്ടു, ജനപിന്തുണയില്ല. അപ്പോൾ സഭാ നടപടികൾ അലങ്കോലപ്പെടുന്നതിലൂടെ ഈ സമരം ശ്രദ്ധിക്കാത്ത ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടുവരിക. ഇതിൻ്റെ മേലെ സഭാ നടപടി അലങ്കോലപ്പെട്ടിരിക്കുന്നു, അപ്പോൾ ഒരു ജനം ശ്രദ്ധിക്കപ്പെടുമല്ലോ. ഇതല്ലേ കോൺഗ്രസ് കാണിച്ചത്? ഇവിടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഇടയ്ക്ക് ഉന്നയിക്കുന്നതായിട്ട് കേട്ടത്. അവിടെ ഉന്നയിച്ചില്ലെങ്കിലും അവിടെ പറഞ്ഞാൽ അതിന് മറുപടി വരുമല്ലോ. അതുകൊണ്ട് ഉന്നയിക്കാനൊന്നും തയ്യാറായില്ല. എങ്കിലും ഉയർന്നു കേട്ട ചില കാര്യങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളായിരുന്നു. ഒരു കാര്യം പറഞ്ഞത് സമരപന്തലിലേക്ക് ഗ്രനേഡ് എറിഞ്ഞു എന്നാണ്. ഗ്രനേഡ് നേരത്തെ സമരക്കാർക്ക് നേരെ എറിഞ്ഞ കാര്യം ഇവിടെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാലോ. സമരം പന്തലിരുന്ന് നടത്തുന്ന സി ദിവാകരൻ ശ്വാസം മുട്ടിയതും സഖാവ് വി എസിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടതും അങ്ങനെ രണ്ടുപേർക്കും ചികിത്സ നടത്തേണ്ടി വന്നതുമൊക്കെ നമുക്കാർക്കും മറക്കാൻ കഴിയുന്നൊരു കാര്യമല്ലല്ലോ. അതൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ലല്ലോ. ഇവിടെ ഉണ്ടായതെന്താ? ഇവിടെ അക്രമാസക്തമായ സമരം നടന്നപ്പോൾ ആ അക്രമാസക്തരായവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള പുക ഉയരത്തക്ക രീതിയിലുള്ള ടിയർ ഗ്യാസ് ഷെല്ലുകൾ പ്രയോഗിച്ചിട്ടുണ്ട്, ഗ്രനേഡുകളും പ്രയോഗിച്ചിട്ടുണ്ട്. പന്തലിലേക്ക് കാറ്റടിച്ചപ്പോൾ പുക വന്നിട്ടുണ്ടാവും.
ഒരു ഗ്രനേഡും പന്തലിലേക്ക് ചെന്നില്ല. അത് സ്വാഭാവികമാണ്. ഇപ്പം ചിലപ്പോൾ പുക കാറ്റിനെ നമുക്ക് ആർക്കും തടുത്തു നിർത്താൻ കഴിയില്ല. അതിൻ്റെ ഭാഗമായി പുക അങ്ങോട്ട് പോയിട്ടുണ്ടാവും. വേറെ ഒരാക്രമണവും ഒരു ഗ്രനേഡ് ആക്രമണവും ആ പന്തലിന് നേരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുക, എന്നാൽ ഉന്നയിക്കാൻ തയ്യാറാകാതിരിക്കുക, എന്നിട്ട് സഭാ നടപടികൾ ചേരാൻ അനുവദിക്കാതിരിക്കുക, അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ രീതി അത് തങ്ങൾക്ക് ഭൂഷണമാണോ എന്ന് കോൺഗ്രസ് തന്നെ ചിന്തിക്കണം. ിന്റെ നേതൃത്വത്തിൽ അങ്ങനെയൊക്കെ ആകാമെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്നത് അറിയില്ല. യഥാർത്ഥത്തിൽ അടിയന്തര പ്രമേയം നൽകുന്നത് അതിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ സഭയിൽ അവതരിപ്പിക്കാനാണല്ലോ, അതിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണല്ലോ. അതിന് ഗൗരവം കൽപ്പിക്കുന്നില്ല എന്നല്ലേ ഇതിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ ഒരു വശത്ത് സഭയുടെ ഗൗരവത്തെയാണ് ഇടിച്ചു തകർക്കുന്നത്, അതോടൊപ്പം തന്നെ തെരുവിൽ ആക്രമണവും നടത്തുകയാണ്. ഇത് രണ്ടും ജനാധിപത്യ രീതിക്ക് ചേർന്നതല്ല. ഏറ്റവും പരിഹാസ്യമായ കാര്യം ഇന്നത്തെ ഹർത്താലാണ്. ഹർത്താൽ നടത്തേണ്ട ഘട്ടത്തിൽ ചിലപ്പോൾ നടത്തേണ്ടി വരും. ഒരു കാലത്തും ഹർത്താൽ പാടില്ല എന്നൊന്നും ഞങ്ങളൊരു കാലത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ ഹർത്താലിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിട്ടുള്ള പുകിലൊന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെയായിരുന്നു. അതിന് നിരാഹാരം, ഫേസ്ബുക്കിലൂടെ ക്ഷണിക്കൽ, ഇതെല്ലാം ഇവിടെ നടന്നതല്ലേ, ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണല്ലോ ഹർത്താലിനെതിരെ നിയമം പാസ്സാക്കുന്നതിനായിട്ട് ബില്ല് കൊണ്ടുവന്നത്. അപ്പോൾ ഹർത്താലിനെതിരെ ജനങ്ങളുടെ ആകെ മനസാക്ഷി ഉണർത്താൻ വേണ്ടി ഉപവാസം നടത്തിയവർ, കോടതിയെ സമീപിച്ചവർ, നിയമനിർമ്മാണം നടത്താൻ ഇറങ്ങിയവർ, ഇവരൊക്കെ തന്നെയാണല്ലോ ഇപ്പോൾ ഹർത്താൽ ആഹ്വാനവുമായിട്ട് ഇറങ്ങിയത്. വെബ്സൈറ്റിലൂടെ ഹർത്താലിനെക്കുറിച്ച് പൊതു അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായം ശേഖരിച്ചവർ കൂടിയായിരുന്നു ഇവർ. അപ്പോൾ എങ്ങനെയെല്ലാമുള്ള ഇരട്ടത്താപ്പാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഹർത്താൽ ജനദ്രോഹമാണ്, ഇതുകൊണ്ടാണ് വ്യവസായങ്ങൾ കേരളത്തിലേക്ക് വരാതിരിക്കുന്നത്, നമ്മുടെ നാടിൻ്റെ IT സാധ്യതകൾ ആകെ സ്തംഭിപ്പിച്ച് കളയും, ടൂറിസത്തെ ആകെ പുറകോട്ടടിപ്പിച്ച് കളയും, പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടല്ല പ്രതിഷേധിക്കേണ്ടത്. ഇതൊക്കെ ആര് പറഞ്ഞതായിരുന്നു? ഇന്ന് ഹർത്താലിന് ആഹ്വാനം നൽകിയവർ പറഞ്ഞതല്ലേ. UDF ഭരണകാലത്ത് സമരരംഗത്തുള്ള വിദ്യാർത്ഥികളുടെ, യുവജനങ്ങളുടെ തല സമരപ്പന്തലിൽ വരെ കയറി തല്ലി പൊളിച്ചവരായിരുന്നു UDFകാർ, അന്നത്തെ പോലീസ്. അതായിരുന്നു പോലീസ് നയം. എന്നാൽ ഇന്ന് പോലീസിനാണ് പരിക്കേൽക്കുന്നത്. ആ പരിക്കേറ്റ പോലീസാണ് സമരപ്പന്തലിൽ നിന്ന് ഡീൻ കുര്യാക്കോസിനെയും മഹേഷിനെയുമൊക്കെ പോലീസ് വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചത്. ഇതാണ് മാറ്റം. ഇതാണ് VM സുധീറിനെ പോലുള്ളവർ കാണേണ്ടത്. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് കഴിഞ്ഞ സർക്കാർ 5 വർഷം കൊണ്ട് ആകെ കൂട്ടിയത്
47,000 രൂപയാണ് ഫീസ്. ഈ സർക്കാർ ഒറ്റ വർഷം കൊണ്ട് തന്നെ 67,000 രൂപ. പിന്നെ വർദ്ധനയുടെ തന്നെ പറയാൻ പറ്റും. ഇവിടെ നേരത്തെ ഞാനൊരു കണക്ക് പറഞ്ഞല്ലോ. ആ കണക്കനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിൽ കുറവ് വന്നിട്ടുള്ളത് ആർക്കാ? സ്വാശ്രയ മാനേജ്മെൻറ്റിനാണ്. സ്വാശ്രയ മാനേജ്മെൻറ്റിന് ലഭിക്കേണ്ടിയിരുന്ന കോടിക്കണക്കിൽ രൂപയ്ക്ക് കുറവ് വന്നിട്ടുണ്ട് മൊത്തമായിട്ടെടുത്താൽ. നേരത്തെ 9 കോളേജുകളോ മറ്റാണല്ലോ ഒപ്പിട്ടത്. ആ ഒപ്പിട്ടതിന് പുറമേയുള്ള കോളേജുകൾക്കെല്ലാം 4 കോളേജുകളാ അത്തരം ഒരു 4 കോളേജുകൾക്ക് ഈ എല്ലാ സീറ്റിലും ഒരേ തരത്തിൽ ഫീസ് വാങ്ങാമെന്ന് അനുമതി കൊടുത്തപ്പോൾ അതിൽ പ്രതിഷേധിച്ച് മറ്റൊരു 4 കോളേജ് ഞങ്ങൾ കരാറിനില്ല എന്ന് പറഞ്ഞ് പോയ നിലയുണ്ടായി. ഇതിൻ്റെയൊക്കെ ഭാഗമായി സംഭവിച്ചത് എന്താ? 100% സീറ്റിലും തോന്നിയ പോലെ ഫീസ് വാങ്ങുന്ന നിലയായിരുന്നു ഈ കഴിഞ്ഞ കാലത്തുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ ആകെ നില പരിശോധിച്ചാൽ ഒരു 20-21 കോടി രൂപയുടെ മിച്ചം നാട്ടിലുണ്ടായിട്ടുണ്ടാകും. അതായത് സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ടാകും. എല്ലാ കണക്കുകളും കൂട്ടി നോക്കിയാൽ അവർക്ക് മെച്ചമല്ല ഉണ്ടായത് മൊത്തം നോക്കിയാൽ. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പരിഹാരത്തിന്റെ കാര്യം, പരിഹാരം സർക്കാർ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു കോളേജ്, സർക്കാർ സഹായമാകുന്ന കോളേജ്, അവിടെ വർദ്ധിപ്പിക്കാനുള്ള അവസ്ഥ. പരിയാരം മെഡിക്കൽ കോളേജ് നേരത്തെ UDF ഗവൺമെൻറ് ഏറ്റെടുത്തു എന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണെങ്കിലും ഏറ്റെടുക്കുന്ന നടപടിയൊന്നും സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ അത് ഏറ്റെടുക്കാനുള്ള നടപടിയാണ് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഗവൺമെൻറ് കോളേജ് ആയാൽ ഗവൺമെൻറ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പോൾ അത് സാധാരണ ഒരു സൊസൈറ്റി എന്ന നിലക്കാണ്. എന്നാൽ സൊസൈറ്റി ഇത്തവണ എല്ലാവരുടെയും മെറിറ്റാണല്ലോ. നേരത്തെ തന്നെ എല്ലാം മെറിറ്റ് അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ മെറിറ്റ് NRI സീറ്റിൽ പോലും മെറിറ്റ് അല്ലാതെ മറ്റൊന്നില്ല അവിടെ. ഇതാണ് അവിടുത്തെ ഒരു രീതി. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഫീസ് ഇനത്തിൽ അവിടെ ചില്ലറ കുറവുണ്ട് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില അടിയന്തര ഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ മൈക്ക് കൊടുക്കുന്ന അനുവാദം കൊടുക്കുന്ന കീഴ്വഴക്കം വ്യവസായമുണ്ട്. അതിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ 6 തവണ ശ്രീ V.S. അച്യുതാനന്ദൻ സംസാരിച്ചിരുന്നു, അതിന് അവസരം നൽകി. ഇപ്പോൾ എന്തുകൊണ്ട് അവസരം കൊടുക്കുന്നില്ല എന്ന് ആവശ്യപ്പെട്ടാണ് അവരിപ്പോൾ ഇന്ന് പ്രതിപക്ഷം ബഹളം ഉണ്ടായി. അല്ല, അടിയന്തര ഘട്ടത്തിൽ എപ്പോഴും കൊടുക്കുമല്ലോ. പ്രതിപക്ഷ നേതാവ് എപ്പോഴും പ്രതിപക്ഷ നേതാവാണല്ലോ. അതിൽ പിന്നെ സ്പീക്കർക്കും തർക്കം ഉണ്ടായില്ലല്ലോ. സ്പീക്കർ പറഞ്ഞത് എന്താ? ചോദ്യോത്തരം നടക്കും. ചോദ്യമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമില്ല. അപ്പോൾ ഉയർന്നു വന്നൊരു പ്രശ്നമില്ല. അങ്ങക്ക് ഞാൻ സമയം തരാം, അങ്ങക്ക് സംസാരിക്കാൻ സമയം തരാമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഇതാണ് സ്പീക്കർ ഉപയോഗിച്ച വാചകം തന്നെ. എന്തിനാണ് ബഹളം വെച്ചത്? എന്തിനാണ് ബഹളം കാണിച്ചത്? പിന്നീട് അവസരം കൊടുത്തല്ലോ. മറ്റൊരു മെമ്പറുടെ അവകാശത്തെ തടയാൻ പറ്റും? നിയമസഭയിൽ എല്ലാവർക്കും അവകാശങ്ങളില്ലേ? മുഖ്യമന്ത്രി ആരെയും ഭീഷണിപ്പെടുത്തില്ലല്ലോ. മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തലല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്തെല്ലാം വിളിച്ചു പറഞ്ഞു അവിടെ, അതെല്ലാം നമ്മൾ കണ്ടതല്ലേ. താങ്കൾക്കെതിരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചാനലുകാർ വാടകയ്ക്കെടുക്കുകയാണെന്നുള്ളൊരു പരാമർശം അതായിരുന്നു ഇന്നലെ. ഇതെന്ത് അടിസ്ഥാനത്തിലാണ്? അത് എൻ്റെ ഒരു തോന്നൽ പറഞ്ഞതാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞല്ലോ. ഞാൻ കണ്ടോൺമെൻറ്റ് ഗേറ്റ് കഴിഞ്ഞ് ഒരു 1:15 കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ റോഡിൻ്റെ ഇടത്ത് ഭാഗത്തുകൂടെ അവരിവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, 2 സുഹൃത്തുക്കൾ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഇതെന്താ ഇവരിങ്ങനെ ചാടി വരുന്നു? ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പോവുകയല്ലേ, അപ്പോൾ ഇങ്ങനെ ചാടി ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ എന്താണെന്ന് ആലോചിച്ചുകൊണ്ട് ഈ വലത്തുഭാഗത്ത് നോക്കുമ്പോൾ 2 പേരെ കാണുകയാണ്. അപ്പോൾ ആ 2 പേര് ഞാനപ്പോൾ ധരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സേ അല്ല എന്നാണ്. കാരണം യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഘടനയല്ലേ, അവരൊരു
മുഖ്യമന്ത്രിക്കെതിരെ കരിക്കൊടി കാണിക്കാൻ വെറും 2 പേര് മാത്രമായിട്ട് വരുമോ അവർ? അതാണ് എൻ്റെ മനസ്സിലുണ്ടാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞു തീരട്ടെ. അപ്പോൾ ചാനലിൽ ചില ബിരുദന്മാർ പല കാര്യങ്ങളും നേരത്തെ ചെയ്തിട്ടുണ്ട്. ചില വിദ്യകൾ ഒപ്പിക്കാൻ പലരുടെ ബിരുദന്മാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമായിരിക്കും നടന്നിട്ടുണ്ടാകുക എന്ന് എൻ്റെ തോന്നൽ ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതല്ല ഞങ്ങൾ തന്നെ സമരം നടത്തിയതാണെന്ന് പറഞ്ഞാൽ ആർക്കാണ് അതിൽ തർക്കം വന്നിരിക്കുന്നത്? എനിക്കത് തർക്കിക്കേണ്ട കാര്യം എന്താ? തോന്നലുകളല്ലല്ലോ മുഖ്യമന്ത്രി പറയണം. അങ്ങ് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഉത്തരവാദിത്തപ്പെട്ട ചാനലുകൾ വാടകയ്ക്ക് എടുത്തു എന്ന് പറയുമ്പോൾ ആ പ്രസ്താവനയ്ക്ക് വലിയ ഗൗരവമുണ്ട്. കാരണം പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അങ്ങ് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പോലീസ് സംവിധാനം അങ്ങയുടെ കയ്യിലാണ്. അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിന് വസ്തുതകൾ വേണ്ടേ, തെളിവുകൾ വേണ്ടേ? ഞങ്ങൾ മാധ്യമപ്രവർത്തകർ കരിമുടി കാണിക്കുന്ന കാര്യം നേരത്തെ അറിയാറുണ്ട്. അങ്ങയുടെ പാർട്ടി പ്രതിപക്ഷത്തായിരുന്നപ്പോഴും അറിയാറുണ്ട്. അത് ഞങ്ങൾ അറിയും. അത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടില്ലേ? അതിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെയല്ലാതെ പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതിലെനക്ക് തർക്കമില്ല. നിങ്ങൾ അതെ തോന്നലാണല്ലോ. തോന്നലെന്നല്ലേ ഞാൻ പറഞ്ഞത്. എൻ്റെ തോന്നൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ തോന്നൽ എനിക്ക് അതിൻ്റേതായ അനുഭവങ്ങളുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഈ കേരളത്തിൽ പ്രവർത്തിച്ച ഒരാൾ മാത്രമല്ല. അതിനു മുന്നിലും നിങ്ങളെ എനിക്കറിയാം. നിങ്ങൾ ചെയ്ത രീതികളും അറിയാം. എന്തൊക്കെയായിരുന്നു കാണിച്ചിരുന്നതെന്നും അറിയാം. അതിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ തോന്നലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അത് എൻ്റെ തോന്നലാണ്. എൻ്റെ തോന്നലാണെന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. അതെ അല്ലല്ലല്ല, എൻ്റെ വാചകങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. എനിക്ക് തോന്നിയത് ഈ ചാനലുകാർ ഇവരെ കൊണ്ടുവന്നതാണ് എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പോലീസിന്റെ ഈ പിടിക്കപ്പെട്ട ആളുകളെതിരെയുള്ള കേസ് അടക്കമുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ താങ്കൾ അതൊന്ന് പരിശോധിക്കാനാണോ ഇത് പറഞ്ഞത്? എൻ്റെ തോന്നൽ ഞാൻ പറയല്ലോ. എൻ്റെ തോന്നൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ തോന്നൽ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ചോദിച്ചല്ലോ, എൻ്റെ തോന്നൽ പറഞ്ഞതിന് ശേഷം അവർ പറയുന്നു ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്കെന്തിനാ തർക്കിക്കേണ്ട കാര്യം? ഞങ്ങൾ തന്നെ നടത്തിയതാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. തോന്നൽ തെറ്റിപ്പോയി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ പിന്നെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. അവിടെ ആകെ ബഹളമല്ലേ ഉണ്ടായത്. നിങ്ങളെ മുഖ്യമന്ത്രി അങ്ങനെ നേരത്തെ അനുഭവമുണ്ട്. അതൊന്നും അങ്ങയുടെ വ്യക്തിപരമായ അനുഭവം. ഞങ്ങളൊക്കെ അതൊന്നും അങ്ങയുടെ തോന്നലുകൾ ബഹുമാനിക്കില്ലേ? പക്ഷേ ഈ തോന്നലുകൾ തെറ്റിപ്പോയാൽ പിന്നെ ആ തെറ്റിപ്പോയെന്നല്ലേ പറയാം. തെറ്റിപ്പോയി എന്ന് പറയേണ്ട ഒരു അവസരമില്ലല്ലോ. ഇവിടെ സാധാരണ നിലക്ക് എൻ്റെ പിന്നെ സാധാരണ നിലക്കുള്ളൊരു ബോധ്യം, യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രണ്ടാളുടേതായ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട ഒരു സംഘടനയല്ല. സാധാരണ നിലയിൽ കൂടുതൽ ആളുകളെ അവർക്ക് സംഘടിപ്പിക്കാനാവും. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ കൂടുതൽ ആളുകളെ നിങ്ങൾ സാധാരണ സംഘടിപ്പിക്കാറില്ല. നമുക്കറിയാലോ, പണ്ട് പോസ്റ്ററൊക്കെ ഒട്ടിച്ച കാര്യങ്ങൾ. ഏതെങ്കിലും ഒരാളെ ഒറ്റക്ക് കൂട്ടി ഒരു ചുമരിന് കൊണ്ടുപോയി ഒട്ടിച്ച് അന്നേരം ഒരു പടവും എടുത്ത് ഇത് ഇങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു രീതിയാണല്ലോ. അത് ആ നിലക്കാണത് പറഞ്ഞത്. കോടതിയിൽ തെളിവുകളല്ലേ പ്രശ്നം. അതുകൊണ്ട് വസ്തുതയല്ലാതാകുന്നില്ല. അങ്ങയുടെ പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറി ശ്രീനിവാസന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ CK വിജയൻ എന്നൊരു പത്രപ്രവർത്തകരുടെ കേസുണ്ടായിരുന്നു. കേസിൽ ശ്രീനിവാസൻ, ഓഫീസ് സെക്രട്ടറിയിൽ ഒരാളായ ബാബു, പിന്നെ അവിടുത്തെ ലോക്കൽ സെക്രട്ടറി പവിത്രൻ, ഈ 3 ആളുകളെ വിസ്തരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ JFMC 1 കണ്ണൂർ കോടതി ആ കേസ് തള്ളി. അപ്പൊ ഇതാണ് വസ്തുത. അതുകൊണ്ട് വസ്തുത ഇല്ലാതാകുന്നില്ലല്ലോ. കേസിൽ ഈ പറയുന്ന കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വസ്തുത ഇല്ലാതാകുന്നില്ലല്ലോ. അവിടെ അതെ അവിടെ പോസ്റ്റർ ഉണ്ടായിട്ടുണ്ട്, പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, പോസ്റ്റർ പടം എടുത്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ? അത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. അല്ല, അതാ പഴയ കാര്യമൊന്നും ഇപ്പൊ ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ അതൊന്നും അല്ലല്ലോ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. അങ്ങ് മുഖ്യമന്ത്രിയുടെ കസേരയിൽ നിന്ന് പാർട്ടി സെക്രട്ടറിയെ പോലെ സംസാരിക്കുന്നു എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. വലിയ മഹാന്മാർ എന്നിട്ടുള്ള കസേരയാണെന്നൊക്കെ ഇന്നലെ നിയമസഭയിൽ. അതെ, അവരൊന്നും ആകാൻ എനിക്ക് കഴിയില്ലല്ലോ. ഞാൻ എൻ്റെ രീതിയിലല്ലേ ഇരിക്കും. അങ്ങനെ ഒരുപാട് മഹാന്മാരിരുന്ന കസേര തന്നെയാണ്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ രീതിയെ സ്വീകരിക്കാൻ പറ്റും.
ഇന്ന് സഭയിൽ പ്രൊട്ടസ്റ്റ് പോലും സത്യത്തിലേറെ അങ്ങ് നടത്തിയ ചില പദപ്രയോഗം തരംതാണെന്നാണ്. അത് പിൻവലിച്ചാലേ സഭ മുന്നോട്ട് തുടരാൻ അനുവദിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ഇതിന്റെ ഭാഗമായിട്ടാണ്. അവിടെ ഉണ്ടായത് അങ്ങനെയുള്ളൊരു കാര്യമല്ലല്ലോ. അവിടെ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. അല്ല, ഇന്നലെ പറഞ്ഞ ചില പദപ്രയോഗങ്ങൾ അത് ഉചിതമായിരുന്നു. ഇവിടെ എന്താണെന്നറിയോ, ഇത്തരം കാര്യങ്ങൾ ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ. നമ്മുടെ കേരളത്തിലെ മാധ്യമരംഗത്തിന് പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ബാധകമാണോ? നിങ്ങളിപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. അതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങളെ ബാധിച്ചോ? നിങ്ങൾക്കത് സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെന്ന് തോന്നിയോ? ഇതാണൊരു പ്രശ്നം. അത് ശരി 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 ശരി. ഞാൻ ഒരു കാലത്തും മാധ്യമങ്ങളെ ആകെ ആക്ഷേപിച്ചിട്ടില്ല. ഒരു കാലത്തും മാധ്യമങ്ങളെ ആകെ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. ഞാൻ അവിടെ ഏഷ്യാനെറ്റും മറ്റൊരു ചാനലും കൂടി ഇങ്ങനെ വന്ന് കണ്ടു. അങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അല്ല, പേര് കണ്ടത് എനക്കോ, ഞാൻ കണ്ടതല്ലേ പേര്, ഞാൻ കണ്ടതല്ലേ. 2 ചാനൽ മാത്രമാണോ നാട്ടിലുള്ളത്? എത്ര ചാനലുകളുണ്ട്? അപ്പോൾ അതെങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ തോന്നൽ അസംബ്ലിയിൽ പറഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലത്തും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ കഠിനമായ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു നിലപാട് ഞാൻ എടുത്തിട്ടില്ലല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം നിങ്ങളൊന്നും എനിക്കെതിരല്ല, എല്ലാവരും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അത് ഞാൻ കാണുന്നുണ്ട്. ശരി. നിയമസഭയിൽ പറഞ്ഞതൊക്കെ നിയമസഭയിൽ തന്നെ തീർക്കാം, ഇവിടെ തീർക്കട്ട. ഇവിടെ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കില്ലല്ലോ. ചർച്ച നടന്നല്ലോ. ചർച്ചയ്ക്ക് എപ്പോഴും ഗവൺമെന്റ് സന്നദ്ധമായിരിക്കുമല്ലേ. എങ്ങനെയാ ചർച്ച നടന്നത്? നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് തന്നെ ആവശ്യപ്പെട്ടു ചർച്ച വേണം. റെഡി. ചർച്ചയ്ക്ക് എന്ത് വിഷമം? ഇനിയും ചർച്ച വേണോ? അതിനും ശരി, റെഡി. ഒരു പ്രശ്നം അല്ല, അത് അവരിപ്പോൾ ആവശ്യപ്പെട്ടെ, അന്നേരം ആലോചിക്കാം. സമരം തീർക്കൽ ഞങ്ങൾ മാത്രം ആലോചിച്ചാൽ സാധിക്കുന്നതല്ല. സമരം ആരംഭിക്കുമ്പോൾ തന്നെ അതിനെങ്ങനെയാണ് അവസാനം എന്ന് അവർ കൂടി ആലോചിക്കണമായിരുന്നു. ഞങ്ങൾ മാത്രം ആലോചിക്കേണ്ട കാര്യമല്ല അത്. അതിലെന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും. ഒരു മാറ്റം ഉണ്ടാവില്ല. ശരി. 1300 കംപ്ലൈന്റ്സ് ആണ് ജെയിംസ് കമ്മിറ്റിയുടെ മുമ്പിൽ വന്നിരിക്കുന്നതാണ് പറയുന്നത്. അപ്പം അത് പരിശോധിക്കാൻ കമ്മിറ്റി ചെയ്യുമല്ലോ. പിന്നെ അതിന്റെ നടപടി എന്തായാലും അത് കമ്മിറ്റി അതിൻ്റെതായ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും. ഈ സാധാരണയുള്ള വ്യവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർക്കശമായ നടപടി ആ കാര്യത്തിലുണ്ടാകും. ഒരു ശങ്കയും വേണ്ട. ഒപ്പിടാൻ തയ്യാറുണ്ടോ തയ്യാറായില്ലേ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഇപ്പോൾ ഒപ്പിട്ട കോളേജുകൾ തന്നെ ഇത്രയുണ്ടല്ലോ. അതിപ്പോൾ സുപ്രീം കോടതിയുടെ കേസിന്റെ വിവരങ്ങളൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം. ഒരു പകരക്കാരൻ ചിലപ്പോൾ വന്നേക്കാലോ, അതിനെ കൊണ്ടൊന്നും വേറെ പ്രശ്നമില്ലല്ലോ. ശരി ശരി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്. നിലവിൽ സ്വാശ്രയ കരാറും അതുമായി ബന്ധപ്പെട്ട് UDF-ഉം യൂത്ത് കോൺഗ്രസും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. സ്വാശ്രയ കരാറോടുകൂടി പ്രവേശനം കൂടുതൽ സ്വതന്ത്രവും സുതാര്യവുമായിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മെറിറ്റ് സീറ്റുകൾ കൂടിയിരിക്കുന്നു. സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ പ്രവേശനം നേടാനുള്ളൊരു സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത് എന്നത് അദ്ദേഹം കണക്കുകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരുന്നു. ക്യാപിറ്റേഷൻ ഫീ പൂർണ്ണമായും ഒഴിവാക്കാൻ ആയി എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. ഇവിടെയൊക്കെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെയും ഇതിലൊരു അഭിപ്രായ വ്യത്യാസം പ്രതിപക്ഷം കൊണ്ടുവരുന്നതിൻ്റെ സാഹചര്യം കൂടി അദ്ദേഹം സംശയത്തോടുകൂടി തന്നെയാണ് വീക്ഷിക്കുന്നത്.
സ്വാശ്രയം കോഴ വാങ്ങാനുള്ള അവസരങ്ങൾ പൂർണ്ണമായും തടഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടാണ് നിലവിലെ കരാറിലൂടെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ മാനേജ്മെന്റിന് മാത്രമാണ് നഷ്ടമുണ്ടാകുന്നത്. സർക്കാർ സീറ്റുകളിൽ പൂർണ്ണമായും സുതാര്യതയോടുകൂടിയുള്ള പ്രവേശനം നടപ്പാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ്, അതുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. നിലവിൽ ഉള്ള കാര്യങ്ങളിൽ ചർച്ചകൾക്ക് സർക്കാർ തയ്യാറാണ്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയും പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു. തുടർന്നും ചർച്ചകൾക്ക് യാതൊരു അനുഭാവപൂർവ്വത്തോടുകൂടി ആയിരിക്കും ആ ഒരു ആവശ്യത്തെ സമീപിക്കുക എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിൽ അക്രമം നടത്തുന്നത് ഈ സമരം പൊതുജനങ്ങൾ കാണാത്ത ഒരു സാഹചര്യത്തിലാണ് അക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്, സഭയ്ക്കുള്ളിലും പുറത്തും എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇത് സമരം ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സമരം തുടങ്ങിയവർക്ക് അത് എവിടെ അവസാനിപ്പിക്കണം എന്ന ദിശാബോധം കൂടി ഉണ്ടാകേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് ഈ വിധത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. സജേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജേഷ്, ഒരുപക്ഷെ കരാറുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം നിലവിൽ ഉണ്ടാക്കിയിട്ടുള്ള ആശയക്കുഴപ്പങ്ങളിൽ കൃത്യമായി തന്നെ മറുപടി പറയുന്നതിനൊപ്പം തന്നെയും മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളിൽ അടക്കം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞത്? സൗമ്യ, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചത്. ഇക്കാര്യത്തിൽ സ്വാശ്രയ ഫീസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലവിലുണ്ടായിട്ടുള്ള കരാർ, ആ കരാറിൻ്റെ വിശദാംശങ്ങൾ വളരെ വ്യക്തമായി തന്നെ പിണറായി വിജയൻ വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് സഭയിലുണ്ടായിട്ടുള്ള കാര്യങ്ങളും പിണറായി വിശദീകരിച്ചു. നിലവിൽ നടക്കുന്ന സമരത്തിൻ്റെ സാഹചര്യം, ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സമരത്തിലേക്ക് കോൺഗ്രസ് നീങ്ങിയതെന്നും പിണറായി വ്യക്തമാക്കി. നേരത്തെ തോന്നിയതുപോലെ കോഴ വാങ്ങിക്കൊണ്ട് പ്രവേശനം നടത്തുന്നതിന് മാനേജ്മെൻറ്റുകൾക്ക് കഴിയുന്ന നിലയുണ്ടായിരുന്നു. ഇപ്പോഴത് സാധിക്കുന്നില്ല. പുതിയ കരാർ അനുസരിച്ച് കർശനമായ വ്യവസ്ഥകളാണ് മാനേജ്മെൻറ്റുകൾക്ക് മേലുള്ളത്. കർശന നടപടികൾ ഏതെങ്കിലും തരത്തിൽ കോഴ വാങ്ങി ഉറപ്പും മാനേജ്മെൻറ്റുകൾക്കുണ്ട്. നിലവിൽ സ്വാശ്രയ കരാറിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളും അതോടൊപ്പം തന്നെയും പ്രതിപക്ഷത്തിന്റെ UDF-ന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ സമരങ്ങളും അക്രമങ്ങളുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങളിലാണ് സുപ്രധാനമായും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു. കോഴ വാങ്ങാൻ അവസരമില്ലാതാക്കുക എന്നത് തന്നെയായിരുന്നു ഈ സ്വാശ്രയ കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. എല്ലാവർക്കും, സാധാരണക്കാർക്കും പഠിക്കാനുള്ള അവസരം ഒരുക്കുന്ന രീതിയിലായിരുന്നു കരാർ നിർമ്മിച്ചത്. നിലവിലെ സാഹചര്യങ്ങളിൽ ക്യാപ്റ്റൻ സജേഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സജേഷ്, തുടരാം. സൗമ്യ, നിലവിലെ സ്വാശ്രയ കരാർ മാനേജ്മെൻറ്റുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. മാനേജ്മെൻറ്റുകളുടെ അസ്വസ്ഥത എന്തിനാണ് കോൺഗ്രസിലേക്ക് ബാധിക്കുന്നത്? അസ്വസ്ഥരായവർ ചെയ്യേണ്ട സമരം കോൺഗ്രസ് എന്തിന് ഏറ്റെടുക്കുന്നു എന്ന ചോദ്യമാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചത്. വലിയ തോതിലുള്ള നിയന്ത്രണമാണ് മാനേജ്മെൻറ്റുകൾക്ക് നിലവിലെ കരാർ വഴി വരുന്നത്. 50% സീറ്റിൽ തോന്നിയതുപോലെ പ്രവേശനം നടത്തിയിരുന്ന കഴിഞ്ഞ കാലത്തെ നടപടികൾ ഇപ്പോൾ നടക്കില്ല. ആ അസ്വസ്ഥതയാണ് മാനേജ്മെൻറ്റുകൾക്കുള്ളത്. ആ അസ്വസ്ഥത എന്തിനാണ് സമരരംഗത്തുള്ള കോൺഗ്രസ്സുകാരും പ്രകടിപ്പിക്കുന്നതെന്ന ചോദ്യമാണ് സമരത്തെ സംബന്ധിച്ച് പിണറായി ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും നടത്തിയ സമരം ജനം തള്ളി. ആ സാഹചര്യത്തിലാണ് നിയമസഭാ നടപടികൾ അലങ്കോലപ്പെടുത്തിക്കൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നതിനുള്ള ശ്രമം നടക്കുന്നതെന്ന് കോൺഗ്രസിൻ്റെ സമരത്തെ സംബന്ധിച്ച് പിണറായി വിജയൻ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ നിലവിലെ സ്വാശ്രയ കരാർ ഏത് രീതിയിലാണ് സമൂഹത്തിന് സഹായകമാകുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. 25,000 രൂപ ഫീസ് നിരക്കിൽ 350ഓളം സീറ്റുകളാണ് നിലവിലെ സ്വാശ്രയ കരാർ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഫീസ് ഘടന ഒരു ഘട്ടത്തിലും മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല. ഫീസ് ഘടന മാറ്റില്ലെന്നും വളരെ കൃത്യമായി തന്നെ പിണറായി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. നേരത്തെ 800 സീറ്റ് ആയിരുന്നു ഗവൺമെൻറ് മെറിറ്റ് സീറ്റിൽ നിന്ന് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 1150 സീറ്റാണ്. മറ്റ് മാനേജ്മെൻറ്റ് സീറ്റുകളിലും കഴിഞ്ഞ കാലങ്ങളിൽ തോന്നിയതുപോലെ പണം വാങ്ങി കോഴ വാങ്ങി പ്രവേശനം നടത്തുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ രീതി ഇനി ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ ഒരു പരാമർശം വലിയ വിവാദമായിരുന്നു. ചാനൽ ക്യാമറകൾ വാടകയ്ക്കെടുത്ത ആളുകളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വേണ്ടി കരിങ്കൊടി കാണിച്ചെന്ന പരാമർശം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയിരുന്നു. അക്കാര്യത്തിലും അദ്ദേഹം ഇന്ന് വിശദീകരണം നൽകി. അത് മുൻകാലങ്ങളിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നുള്ള ചില തോന്നലുകളാണ്. യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യുമ്പോൾ യൂത്ത് കോൺഗ്രസ് ഒരു വലിയ സംഘടനയാണ്. 2 പേർ മാത്രം 2 ചാനൽ ക്യാമറമാർക്കൊപ്പം ഓടി വരുന്നത് കണ്ടപ്പോൾ തനിക്കുണ്ടായ മുൻ അനുഭവങ്ങളിൽ നിന്നുള്ള തോന്നലാണ് ഈ പരാമർശത്തിന് കാരണമായെന്നും പിണറായി വിജയൻ വിശദീകരിച്ചു. സൗമ്യ.
സജീഷാണ് വിവരങ്ങൾ നൽകിയത്. സ്വാശ്രയ വിഷയത്തിൽ നിലവിലെ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒപ്പം തന്നെ നിലവിൽ UDF-ഉം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങളിലുമാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്.